പ്രവാസികൾ എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു ആഗ്രഹം പറഞ്ഞു, നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കൊറ്റൻ കഴിക്കണം. ചെറുപ്പത്തിൽ കഴിച്ചതാണ്. ഞാൻ പറഞ്ഞ അത്ര സുഖകരമായ കാര്യം അല്ല അത്. നെയ്യൊക്കെ ഉരുക്കി പിന്നെ അത് ഇപ്പോഴത്തെ കാലാവസ്ഥ അസുഖങ്ങളും അത് വേണ്ട അല്ല. ഒരിക്കലൊന്ന് കഴിക്കാൻ ആഗ്രഹമുണ്ട്. കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്, ഇപ്പം കഴിക്കാറില്ല. അന്നൊക്കെ നല്ല രസമാണ്. അംസത്തൂൻ്റെ അവിടെ അംസക്ക, സേട്ടു, ഇങ്ങനെ കുറേ വീടുകളുണ്ട് കൊറ്റൻ വെക്കുന്നത്. തെക്കാപ്പുറത്തുനിന്നൊക്കെ ഞങ്ങൾ കുട്ടികളൊന്നായിട്ട് പോകും. എന്ത് രുചിയാണ്. ഇന്നത്തെ കൊറ്റനോ അവരെ ഉരുക്കി മാക്സിമം ഉരുക്കി അതിൻ്റെ കംപ്ലീറ്റ് നെയ്യെടുത്തിട്ട് കല്ല് കഷ്ണം പോലെ പല്ലൊക്കെ അടിച്ചു പോകും. കുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കി, കൊറ്റൻ വേണം. ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളൊന്നും ഇഷ്ടപ്പെടുന്നില്ല തോന്നുന്നു. കഴിക്കുന്നവരുണ്ട്, കഴിക്കാം. പക്ഷേ കൊറ്റൻ ഉരുക്കുന്ന ആളുകളോട് പറയാനുള്ളത്, എങ്ങനെ ഉരുക്കിയിട്ട് അത് കല്ല് പോലെ ആക്കല്ലേ. അത് എല്ലാ വിവരം അറിഞ്ഞിട്ടും അത് ശരീരത്തിന് ദോഷം ചെയ്യും എന്നറിഞ്ഞിട്ടും വാങ്ങാൻ വരുന്നവരുണ്ട്. കഴിക്കുന്നവർ കഴിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങളൊന്ന് കൊറ്റൻ അത് വിൽക്കുന്നുണ്ട്, അത് നെയ്യ് ഉരുക്കുമ്പോൾ ഇത്രേ ഉരുക്കി അത് കല്ല് പോലെ ആക്കിയിട്ട് വിൽക്കുമ്പോൾ തിന്നുന്ന ആൾക്കാരൊക്കെ പ്രാവൂലേ. അതൊന്ന് ശ്രദ്ധിക്കട്ടാ. കുട്ടികളോട് ചോദിച്ചു നോക്കാം. എങ്ങനെ കൊറ്റൻ എന്ന് പറഞ്ഞ സാധനം അറിയോ? കൊറ്റൻ കഴിക്കോ? എന്താ സംഭവം? എന്താ ഇതാണ് കൊറ്റൻ? ടേസ്റ്റ് അല്ല. അതിപ്പോ കടിച്ചപ്പോ എന്തായി? പല്ല് വേദനയാണ്. ഇത് സത്യം പറഞ്ഞാൽ പൊന്നാനി, ഞാൻ തൃശ്ശൂർ കേച്ചേരി ഭാഗത്തൊക്കെ ഇതിനെ പറ്റിയിട്ട് കൊറ്റെന്ന് പറയുമ്പോൾ എന്ത് ചെയ്തെന്ന് അവർക്ക് അറിയില്ല. ഗൾഫിൽ കുറേ ആളുകളുടെ കൊറ്റനെ പറ്റി എന്താണ് സംഭവം എന്ന് കഴിക്കുന്നത് അറിയില്ല. പൊന്നാനിക്കാരെ സംബന്ധിച്ച് അത് അറിയാം. അപ്പോൾ കൊറ്റനൊക്കെ ഒരുക്കി വെക്കുന്ന സഹോദരന്മാരെ നിങ്ങളോട് പ്രത്യേകം പറയാം, ഇങ്ങനെ ഉരുക്കി നെയ്യൊക്കെ എടുത്തിട്ട് കല്ലി കഷ്ണം പോലെ ആക്കിയിട്ട് പല്ലടിച്ചു പോകട്ടാ. പല്ലെന്ന് പറഞ്ഞത് അറിയാലോ, വലിയൊരു സംഭവമാണ്. സർവാധിനാഥൻ തന്നെ അത് ഈ കൊറ്റൻ ആഗ്രഹിച്ചിട്ട് പ്രവാസികൾ വന്ന് അത് വാങ്ങിയത് വെള്ളിയാഴ്ചയാണ്. കഴിച്ചൊന്നുമില്ല. പ്ലേറ്റിൽ ഇരിക്കണ ഇരിപ്പ് കണ്ടാ. അതുകൊണ്ട് സഹോദരന്മാരെ ഉരുക്കുമ്പോൾ അങ്ങനെ ഉരുക്കി നെയ്യ് അങ്ങനെ ഉരുക്കിയിട്ടാണെങ്കിൽ ഇത് പിന്നെ വിൽക്കലങ്ങൾ. ഇത് ഭയങ്കര ആർത്തിയോട് കൂടിയിട്ട് പുതിയ ആൾക്കാരൊക്കെ വരുമെന്ന് കഴിക്കാച്ചിട്ട്. ഇത്രയും ഉറപ്പായിട്ട് ഇത് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ റഹ്മാൻ പൊന്നാനി, ഇത് നിങ്ങൾ കൊറ്റന് ഉരുക്കുന്ന ആളുകൾക്കൊരു എതിരായിട്ടുള്ളതല്ല. നിങ്ങൾ ഉരുക്കുമ്പം അടുത്ത ആഴ്ച ഉരുക്കുമ്പോൾ ഒന്നിങ്ങനെ പതുക്കെ കുറച്ചൊക്കെ ഒരു പദം പോലത്തെ ഒക്കെ ആക്ക്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം വാങ്ങാൻ വരുന്നവർ വാങ്ങും, വാങ്ങാൻ ഇഷ്ടമില്ലാത്തവർ വരണ്ട. നമ്മളെ സംബന്ധിച്ചോളം ഇതോടുകൂടി ആ അധ്യായം അടഞ്ഞു. ഒരു കഷ്ണം തിന്നാൻ പറ്റില്ല, അത്ര ഉറപ്പാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. മാസ്സലാമ.